ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഈ വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് BEd കൊമേഴ്സ് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. സെക്കൻഡ് സെമിസ്റ്ററിലെ BEd കൊമേഴ്സ് ഓപ്ഷണൽ സബ്ജക്റ്റാണ് ഈ വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിനി അങ്ങോട്ട് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സെമിസ്റ്ററിലെ കൊമേഴ്സ് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റായ പെഡഗോജിക് അനാലിസിസ് ഓഫ് കൊമേഴ്സ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ കിടക്കുന്ന ഏരിയ പെഡഗോജിക് അനാലിസിസ് ആണ്. പഠിക്കാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതിന് മുന്നേ പെഡഗോഗ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പെഡഗോഗ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. പെയ്സ് പെയ്ഡോസ് മീനിങ് ബോയ്, അഗഗോസ് മീനിങ് ഗൈഡ്. ഈ രണ്ട് വേർഡ്സും ഒരുമിച്ച് കൂടുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് ടീച്ചറാണ്. നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ പെഡഗോഗ് അല്ലെങ്കിൽ ടീച്ചർ ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് നമ്മൾ സംസാരിക്കാറ്. പെഡഗോഗ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഗൈഡ് എന്ന വാക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഈ പെഡഗോഗ് ഗൈഡ്സ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ആരാണ് പെഡഗോഗ് എന്നൊരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് പെഡഗോജി എന്താണെന്നാണ്. സയൻസ് ഓഫ് ടീച്ചിങ് എന്നാണ് പെഡഗോജി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ പീപ്പിൾ ലേൺ, creating effective learning environments and using various techniques to engage and support students. എങ്ങനെയാണ് സ്റ്റുഡൻസ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ വേരിയസ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് പെഡഗോജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെഡഗോജിക് അനാലിസിസ് എന്തായിരിക്കും? ഈ പറഞ്ഞ പെഡഗോജിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. A logical and systematic breakup of the curriculum from the point of view of a pedagogue for the purpose of effectively transacting it. അനലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കലായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും കരിക്കുലത്തിന് ബ്രേക്കപ്പ് ചെയ്യാണ്. കരിക്കുലം എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ മൈൻഡിൽ വരുന്നത് സിലബസ് എന്നായിരിക്കും. പക്ഷേ അല്ല, BEdന് തന്നെ നമുക്ക് കരിക്കുലം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ 2 കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങൾ, അത് സിലബസ് മാത്രമായിരിക്കില്ല, നമ്മൾ അതിന് പുറമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരിക്കുലം എന്ന് പറയും. നമ്മളുടെ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്ന എല്ലാം കരിക്കുലത്തിൽ ഇൻവോൾവ് ആവും. ഈ കരിക്കുലത്തിന് നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാണ്. നമ്മൾ കുഞ്ഞു ഈസി മെത്തേഡ്സ് ആക്കിയിട്ട് വെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? പെഡഗോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ. ഇപ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ സ്ഥാനത്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? പേർപ്പസ് ഓഫ് ഇഫക്റ്റീവ്ലി ട്രാൻസാക്റ്റിംഗ് ഇറ്റ്. കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് ഇത് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി, സബ്ജക്റ്റ് നമുക്ക് ഇഫക്റ്റീവ്ലി ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കരിക്കുലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഇതിനെയാണ് എന്തു പറയുന്നത്? പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിന് എങ്ങനെ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇഫക്റ്റീവാക്കി കൊടുക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ അതിനുള്ള മെത്തേഡ്സും ടെക്നിക്സും യൂസ് ചെയ്യാണ്. അതിനെയാണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത്, നമ്മളിത് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻസിൻ്റെ നീഡ്സിന് മനസ്സിലാക്കിയിട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിൻ്റെയും നീഡ് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. നമ്മളൊരു പെഡഗോഗ് എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് അവർക്ക് ഇഫക്റ്റീവ്ലി ഇത് ട്രാൻസാക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓരോ സ്റ്റുഡൻറ്റിനും ഇത് അക്സെപ്റ്റബിൾ അല്ലേ എന്നും കൂടെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് ഏരിയ വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പെഡഗോജിക് അനാലിസിസ്. ആദ്യത്തെ പോയിന്റ്, ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ടെക്നിക്സ് ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ന്യൂ മെത്തേഡ്സും ന്യൂ ടെക്നിക്സും കൊണ്ടുവരാം. അതുപോലെ ഓൾറെഡി ഉള്ള മെത്തേഡിൽ അല്ലെങ്കിൽ ടെക്നിക്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് എൻഹാൻസ് സ്റ്റുഡൻറ്റ് ലേണിംഗ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും എങ്ങനെ സ്റ്റുഡൻസിന് ലേണിംഗ് എൻവയോൺമെൻറ്റ് നന്നാക്കാമെന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലേണിങ്ങിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലേണിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും എങ്ങനെ അവരുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ലേണിംഗ് സാധിക്കും. പിന്നെ വരുന്നതാണ് ഡെവലപ്പ് കരിക്കുലം. നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കരിക്കുലം മാറ്റേണ്ടി വരും. നമ്മുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവും, നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവും, ടെക്നോളജി ചേഞ്ച് വരും. അതുകൊണ്ട് തന്നെ കരിക്കുലം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. പെഡഗോജിക് അനാലിസിസിലെ കരിക്കുലത്തിലുള്ള പാകപ്പിഴകൾ അല്ലെങ്കിൽ നമുക്ക് ഇനി ചേഞ്ചസ് വരുത്തേണ്ടതെല്ലാം നമ്മളതിൽ ചേഞ്ചസ് വരുത്തും. നെക്സ്റ്റ് വൺ ഇസ് ഒപ്റ്റിമൈസ് എഡ്യൂക്കേഷൻ റിസോഴ്സസ്. നമുക്ക് എഡ്യൂക്കേഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സുകളും നമുക്ക് എഡ്യൂക്കേഷൻ റിസോഴ്സസ് എന്ന് പറയാം. ഇതിനെയെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക, നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻറ്റ് ലേണിംഗ് തന്നെയാണ്. നമ്മൾ ഈ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്റ്റുഡൻറ്റ് ലേണിംഗ് ബെറ്റർ ആക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിൻറ്റ്സാണിത്. ഇതിലും കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഏരിയ സ്കോപ്പ് ഓഫ് പെഡഗോജിക് അനാലിസിസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കരിക്കുലം.
എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലും ഒരു ഇൻറ്റേർണൽ പാർട്ട് ഓഫ് കരിക്കുലം തന്നെയാണ് പെഡഗോജിക് അനാലിസിസ്. ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പ്രാക്ടിക്കലി നമ്മൾ ഈ അനാലിസിസ് ചെയ്യാൻ പോവാണ്. പെഡഗോജിക് അനാലിസിസ് നമ്മൾ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത് എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ഏരിയസിൽ കാണും. നെക്സ്റ്റ് വൺ ഇസ് സെറ്റ് എഡ്യൂക്കേഷണൽ ഗോൾസ്. ഓരോ കുട്ടിയുടെയും നീഡ്സിൻ്റെയും അബിലിറ്റീസിനും അനുസരിച്ചിട്ട് ഒരു ടീച്ചർക്ക് എഡ്യൂക്കേഷണൽ ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടികളുടെയും എബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് എങ്ങനെ പറ്റും, അത് ഒരു കുട്ടി എന്നല്ല എല്ലാ കുട്ടികളെയും ഇൻഡിവിജ്വലി അവരുടെ നീഡ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അനാലിസിസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ടീച്ചേഴ്സിന്. നെക്സ്റ്റ് വൺ ഇസ് ഡീപ്പർ ഇൻസൈറ്റ്സ് ഇൻ ടു ദി കരിക്കുലർ മെറ്റീരിയൽ. കരിക്കുലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലം, അതുപോലെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇതിനെല്ലാം നമ്മൾ ഡീപ്പായിട്ട് ഇൻസൈറ്റ് ചെയ്യണം, നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഇത് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവന്ന് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എങ്ങനെ ഇത് മാക്സിമം ലേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് പൂളിംഗ് ഓഫ് റിസോഴ്സസ്. നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റിസോഴ്സ് മെയിനായിട്ട് വരുന്നത് ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മെയിനായിട്ട് റിസോഴ്സായിട്ട് വരുന്നത്. അങ്ങനെയുള്ള റിസോഴ്സുകൾ നമ്മൾ പൂൾ ചെയ്യും, നമ്മളെല്ലാം കൂടി ഒരുമിച്ച് നോക്കും. ഇപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യാം, ആ രീതിയിൽ നെറ്റിൽ സെർച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ റിസോഴ്സുകളും പൂൾ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ പൂൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അഗെയിൻ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് അവിടെ ഇഫക്റ്റീവ് ആവുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് സെർച്ച് ഫോർ ഇഫക്റ്റീവ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ലെസൺ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കത് എഫക്റ്റീവ് ആക്കാം. നമുക്ക് സാധാ ലെക്ചറി മെത്തേഡിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് പല ടൂൾസും ടെക്നിക്സും നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ നമ്മൾ എയ്ഡ്സ് പഠിക്കുന്നുണ്ട്, പലതരത്തിലുള്ള എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പല ഐഡിയാസ്, പല മെത്തേഡ്സ്, പല ടൂൾസ്, പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ ലേണിംഗ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സ്കോപ്പിൽ വരുന്നത്. അഗെയിൻ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റെപ്സ് ഓഫ് പെഡഗോജിക് അനാലിസിസ്. ടോട്ടൽ 9 സ്റ്റെപ്സാണ് പെഡഗോജിക് അനാലിസിസിനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എ കോംപ്രിഹെൻസീവ് ആൻഡ് സയൻറ്റിഫിക് കണ്ടൻറ് അനാലിസിസ്. കണ്ടൻറ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്ററിൽ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ഏരിയയാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഏരിയയിലാണ് നമ്മൾ കണ്ടൻറ് എന്ന് പറയുന്നത്. ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, ആ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതിനാണ് നമ്മൾ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻറ് അനാലിസിസ് എന്താണ്? ഈ കണ്ടൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിലേതെങ്കിലും പുതിയ ടേംസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾ ഫാക്ട്സ് എന്ന് പറയും. നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, അതാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ്, റൂൾസ്, പ്രോസസ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടൻറ്റിലുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കണ്ടൻറ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഭാഗം നമുക്ക് എടുക്കുന്നുണ്ട്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് കാണാം. സെക്കൻഡ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? നമ്മളിത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ലേൺ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഒരു ചാപ്റ്ററിലൂടെ എന്താണ് കുട്ടിക്ക് കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ഇസ് ലിസ്റ്റിംഗ് ദി പ്രീ റിക്വസൈറ്റ്സ്. പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു പുതിയ ടോപ്പിക് ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പോവാണ്. ആ പുതിയ ടോപ്പിക് ആ കുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇത് മനസ്സിലാവില്ല, അല്ലേ? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യം, ഈ പുതിയ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ആദ്യം പറയും. അതിനുശേഷം ഈ പുതിയ ടോപ്പിക്ക് പഴയതുമായി കണക്ട് ചെയ്യും. ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യമായി ഈ പുതിയ ടോപ്പിക്കിനെ നമ്മൾ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള പ്ലാനിങ്. ഇത് ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റിനെ നേരിട്ട് സ്റ്റുഡൻസ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്ലാനിങ്സ്, ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പ്ലാൻ ചെയ്യുന്നതോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ് പിന്നെ ഈ ബിസിനസ് സ്റ്റഡീസിൽ പ്ലാനിങ് എന്ന മാനേജ്മെൻറ്റ് ടേമിനടുത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രീ റിക്വസൈറ്റ്സ് യൂസ് ചെയ്ത് കുട്ടികളുടെ ലേണിംഗ് ഈസിയാക്കും. അങ്ങനെയുള്ള പ്രീ റിക്വസൈറ്റ്സ്, ആ കണ്ടൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള പ്രീ റിക്വസൈറ്റ്സ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ് തേർഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഫോർത്ത് പോയിൻ്റ് ഈസ് ഡെവലപ്പിംഗ് എ പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ് ചെയ്യാന്നുള്ള വാക്ക് നമ്മൾ കൂടുതൽ മെഡിക്കൽ ഫീൽഡിലാണ് കണ്ടേക്കുന്നല്ലേ. ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അയാളിൽ ക്യാൻസർ കണ്ടെത്തി, ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെയുള്ള എന്തോ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയാണ്. സെയിം വേ നമ്മളിവിടെ ടീച്ചിങ്ങിലും
ആ കുട്ടിക്ക് കൊടുത്ത പ്രീ റിക്വസൈസിൽ നിന്നും അല്ലെങ്കിൽ ആ കുട്ടി അവിടെ ലേൺ ചെയ്തതിൽ നിന്നും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടെസ്റ്റിൻ്റെ മോഡലൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പയറിംഗ് ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്സ്. ഇൻപുട്സ് എന്ന് പറയുന്നത് എയ്ഡ്സ് ആയിട്ട് നമുക്ക് പറയാം. കോമൺ എക്സാമ്പിൾസ് ഓഫ് എയ്ഡ്സ് എന്ന് പറയുന്നത് ചാർട്ട്, മോഡലൊക്കെയാണ്. കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് സ്റ്റോറീസ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് സെൻറ്റർ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിയൽ സിറ്റുവേഷൻ കൊടുക്കുക. മീൻസ് ഇപ്പോൾ ATM കുറിച്ച് പറയാനുണ്ടെങ്കിൽ ATM മെഷീൻ നമ്മൾ നേരിട്ട് കണ്ട് അതിനെ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. നമ്മൾ ലേണിംഗ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, എയ്ഡ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻപുട്സിൻ്റെ ലിസ്റ്റും പ്ലാൻ ചെയ്ത് വെക്കണം ആദ്യമേ തന്നെ. നെക്സ്റ്റ് വൺ ഇസ് പ്രോസസ്സിങ് ദീസ് ഇൻപുട്സ്. ഇതിൽ വരുന്നത് നമ്മൾ ഇൻപുട്സ് എന്താണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇൻപുട്സിനെ പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ വെറുതെ ആ കാര്യങ്ങൾ അവിടെ കൊണ്ടുവച്ചത് കൊണ്ട്, ഇപ്പോൾ നമ്മൾ ചാർട്ടോ മോഡലോ കൊണ്ടുവച്ചത് കൊണ്ട് അവിടെ നമുക്കതിന് യൂസ് വരില്ല അല്ലേ. നമ്മളതിനെ പ്രോസസ്സ് ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളാണ് ഡിസ്കഷൻ മെത്തേഡ്. നമ്മളവിടെ ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, കോമൺ ആയിട്ടുള്ള ഡിസ്കഷൻ ആവാം, എന്തുമാവാം. ഈ ഇൻപുട്സിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്രോസസ്സിങ് ദി ഇൻപുട്സ്. നെക്സ്റ്റ് വൺ ഇസ് സജഷൻ ഫോർ ഗ്യാതറിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആൻഡ് റെമഡിയേഷൻ. ഫീഡ്ബാക്ക് ആർക്കാണ് കിട്ടേണ്ടത്? ടീച്ചർക്കാണ് കിട്ടേണ്ടത് അല്ലേ, അല്ലെങ്കിൽ പെഡഗോഗിനാണ് കിട്ടേണ്ടത്. നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മളുടെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമ്മൾ വാങ്ങിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കണം. ഈ ഫീഡ്ബാക്സിലൂടെ നമ്മളുടെ ടീച്ചിങ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് അസൈൻമെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അസൈൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാനുള്ള, ഇപ്പോൾ നമ്മൾ ഹോംവർക്കായിട്ടോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, അങ്ങനെ കൊടുക്കാനുള്ള കാര്യങ്ങളാണ് അസൈൻമെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മൾ അഡ്വാൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പിംഗ് ദി പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മൾ നേരത്തെ പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടു. പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ്. നമുക്ക് ഈ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ വന്ന ചേഞ്ച്, അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നമ്മളെല്ലാം അഡ്വാൻസായി സെറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഓഫ് പെഡഗോജിക് അനാലിസിസിൽ വരുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി വരുന്ന വീഡിയോസിൽ കാണും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.